ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നെയ്യാറ്റിൻകരയിൽ നിന്ന് അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, എന്താണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാഴ്ചകൾ? നമസ്തേ, ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ, ജന്മാഷ്ടമി ആശംസകൾ. ചരിത്രം കൂടി ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് അഖിൽ. പറയൂ, എന്തൊക്കെയാണ് കാഴ്ച? ആ ചരിത്രം അറിയുമോ? പ്രദീപ് സാറിനും അനുശേഷിക്കും എൻ്റെയും ഭഗവാൻ കൃഷ്ണന്റെ പേരിലുള്ള ജന്മാഷ്ടമി ആശംസകൾ ഞാനും നേരുകയാണ്. ഞാൻ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ചരിത്രമുറങ്ങുന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ തിരുനടയിലാണ്. നെയ്യാറ്റിൻകരക്കാരുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ നടയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ നീണ്ട നിരയാണ് അമ്പലത്തിന്റെ മുഴുവൻ ഭാഗത്തുമുള്ളത്. അതായത് അമ്പലത്തിൽ നിന്നും ഏകദേശം 100 മീറ്ററോളം നീണ്ടു നിൽക്കുന്ന ക്യൂവ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നേരത്തെ സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ നെയ്യാറ്റിൻകരയ്ക്ക് ഈ അമ്പലത്തിനും ഒക്കെ തന്നെ ഒരു ചരിത്രമുണ്ട്. അത് തിരുവിതാംകൂർ രാജഭരണവുമായി ഒക്കെ തന്നെ ബന്ധപ്പെട്ട ചരിത്രം കൂടിയാണ് എന്നതാണ്. കാരണം മാർത്താണ്ഡ വർമ്മയുടെയും അത് എട്ടുവീട്ടിൽ പിള്ളമാരുടെയും ഒക്കെ തന്നെ ആ യുദ്ധകാലത്തിൻ്റെ ഒരു സ്മരണ കൂടി ഉള്ള ഒരു അമ്പലമാണ് നെയ്യാറ്റിൻകര എന്ന് പറയുന്നത്. ഈ നെയ്യാറ്റിൻകരയിലെ ഉണ്ണിക്കണ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണനാണ്. ഈ നാട്ടിലെ മുഴുവൻ, ഞാനടക്കമുള്ള ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരുടെയും മുഴുവൻ ആവലാതികളും സങ്കടങ്ങളും പരിഭവങ്ങളും എല്ലാം പറയുന്ന നെയ്യാറ്റിൻകരക്കാരുടെ പ്രിയപ്പെട്ട ഉണ്ണിക്കണ്ണന്റെ തിരുനടയിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോ ആ ക്യൂവിൻ ഓരോരുത്തരുടെയും കണ്ണുകളിൽ നോക്കിയാൽ അവർ ഭഗവാന് ചാർത്താനുള്ള തുളസിമാലയും ഭഗവാനെ നേദിക്കാനുള്ള തൃക്കൈ വെണ്ണയും ഒക്കെയായി അവർ നിൽക്കുന്നതൊക്കെ തന്നെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. കുട്ടികളടക്കം ഭഗവാന് ചാർത്താനുള്ള മൈപ്പീലി അടക്കമായി ഭക്തർ നിൽക്കുന്നതും ഒക്കെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. എന്തായാലും അതീവ സന്തോഷം നിറയുന്ന ഒരു ദിനമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 ശ്രീകൃഷ്ണന്റെ അമ്പലങ്ങളാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒന്ന് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മറ്റൊന്ന് പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെയാണ് മലയങ്കീഴ് ശ്രീവല്ലഭ സ്വാമി ക്ഷേത്രമായ ക്ഷേത്രമുള്ളത്. എല്ലാം തന്നെ തിരുവിതാംകൂറിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്നതുകൂടിയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. നമുക്ക് ഇവിടെ കലാപരിപാടികളടക്കം ഇവിടെ നടക്കുന്നുണ്ട്. കാരണം കുട്ടികളടക്കമുള്ള ഈ പാട്ടടക്കം, അതായത് ഭഗവാന്റെ മുമ്പിൽ നാമാർച്ചന നടത്തുന്നതടക്കം നമുക്ക് കാണാനും കഴിയുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും വലിയ ആനന്ദത്തിൻ്റെ അങ്ങേയറ്റത്തെ പരകോടിയിലാണ് ഇപ്പോൾ എല്ലാവരും ഉള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഭഗവാൻ കൃഷ്ണന്റെ ആ കഥകൾ ഉറങ്ങുന്ന, ഭഗവാൻ കൃഷ്ണന്റെ അമ്പാടി കണ്ണന്മാരായി മാറുന്ന, ഇനി അല്പസമയം കൂടി കഴിയുമ്പോൾ, മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ ഗ്രാമങ്ങളും നഗരങ്ങളും നഗരവീഥികളും എല്ലാം തന്നെ അമ്പാടി കണ്ണന്മാരെ കൊണ്ട് മഞ്ഞപ്പട്ടുടുത്ത മയിൽപ്പീലി ചൂടിയ ഉണ്ണിക്കണ്ണന്മാരുടെ നൃത്തത്താൽ, ഗോപികമാരുടെ ആ സൗന്ദര്യമാർന്ന നൃത്തത്താൽ ഒക്കെ തന്നെ നാടും നഗരവും എല്ലാം തന്നെ ഒരുപോലെ അമ്പാടിയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. കാരണം അത്രമാത്രം വലിയ ആഘോഷമാണ് ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ഓരോ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്.